ജമ്മുകശ്മീരിലെ റാംബനിൽ പുനരധിവാസ പ്രവർത്തനങ്ങൾ സജീവമായിരിക്കുകയാണ്. ജമ്മുകശ്മീർ ദേശീയപാതയിൽ ഇന്നും ഗതാഗതം തടസ്സപ്പെടുമെന്നാണ് വിവരം. റോഡ് പൂർവ്വസ്ഥിതിയിലാക്കാൻ സജീവ ശ്രമം നടക്കുകയുമാണ്. കൂടുതൽ വിവരങ്ങളുമായി അനൂപ് ദാസ് ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. അനൂപ്, എങ്ങനെയാണ് ഈ ഒരു പ്രവർത്തനങ്ങൾ അവിടെ പുരോഗമിക്കുന്നത്? ഇന്നും ഗതാഗതം തടസ്സപ്പെടുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്, അല്ലേ? അതെ, ഇന്നും ഗതാഗതം കാര്യമായി തടസ്സപ്പെടും. വൈകിട്ടോടുകൂടി ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്നാണ് ഈ ജില്ലാ ഭരണകൂടം ഒക്കെ പറയുന്നത്. എന്തായാലും ജമ്മുവിൽ നിന്ന് ഈ കശ്മീരിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട ദേശീയപാതയിൽ 12 ഇടത്ത് മണ്ണിടിഞ്ഞിട്ടുണ്ട്. ചെറിയ രീതിയിലല്ല, പല ദൃശ്യങ്ങളും നമ്മൾ കാണുമ്പോൾ അതിൻ്റെ ഭീകരത മനസ്സിലാവും. പല സ്ഥലത്തും റോഡുകൾ പകുതിയൊക്കെ കുത്തിയൊലിച്ച് കൊക്കയിലേക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഗതാഗതം കാര്യക്ഷമമായ രീതിയിൽ പുനഃസ്ഥാപിക്കുക എന്നത് ആഴ്ചകളെടുക്കുന്ന പണിയാണ്. പക്ഷേ പ്രാഥമികമായി പെട്ടെന്ന് ആളുകൾക്കൊന്ന് ഒരു ചെറിയ വഴിയിലൂടെയെങ്കിലും പോയി വരാനുള്ള സൗകര്യം ഒരുക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. കാരണം ആയിരക്കണക്കിന് സഞ്ചാരികൾ, കശ്മീരിലേക്ക് പോയ ആളുകൾ, ജമ്മുവിലേക്ക് പോയ ആളുകളൊക്കെ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവർക്കൊക്കെ വീടുകളിലേക്ക് തിരിച്ചെത്തുന്നതിന് വേണ്ടി ഈ ഗതാഗതം പുനഃസ്ഥാപിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വേഗത്തിൽ പ്രവൃത്തി നടക്കുന്നുണ്ട്. എന്നാൽ പ്രശ്നം ഇന്നലെ പണി മുന്നോട്ട് പോകാനുള്ള തടസ്സം വലിയ മോശം കാലാവസ്ഥയായിരുന്നു. പക്ഷേ ഇന്ന് കാലാവസ്ഥ മോശമല്ല എന്ന ആശ്വാസമുണ്ട്. അനൂപ്, ആ ദൃശ്യങ്ങളിൽ നമുക്ക് വ്യക്തമാകുന്നുണ്ട് എത്രമാത്രം ഭീകരമാണ് എന്നുള്ളത് സംഭവിച്ചത്. പക്ഷേ ഇതിന്റെ കൂടുതൽ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഏറെ ശ്രമകരമായ ഒരു ജോലി കൂടി ആയിരിക്കും, അല്ലേ? എന്തൊക്കെ പ്രതിസന്ധികൾ ഇപ്പോൾ അവർ ഈ ഒരു ശ്രമത്തിൽ നേരിടുന്നുണ്ട്? ഈ ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു തടസ്സം മോശം കാലാവസ്ഥയായിരുന്നു. പക്ഷേ അത് മാറിയിട്ടുണ്ട്. നമുക്ക് ഇന്നത്തെ ദൃശ്യങ്ങൾ കാണുമ്പോൾ മോശം കാലാവസ്ഥയല്ല, സാധാരണ നിലയിലാണ് കാര്യങ്ങളുള്ളത്. പക്ഷേ ഏതാണ്ട് 100-150 അടിയൊക്കെ ഉയരമുള്ള ഈ റോഡിൻ്റെ ചില ഭാഗങ്ങൾ സമ്പൂർണ്ണമായി തകർന്നടിഞ്ഞ് താഴേക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുവഴിയുള്ള ഗതാഗതം തന്നെ പ്രയാസമാണ്, അപകടങ്ങൾക്ക് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വഴിയിലൂടെയുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ദിവസങ്ങളെടുക്കും. എന്നാൽ ഈ ചെറിയ ഭാഗത്തു കൂടി 2 വരിയുള്ള സ്ഥലത്ത് ഒരു ഭാഗത്തു കൂടിയെങ്കിലും ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ശരി, ശരി അനൂപ്.